കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നു കേട്ടോ. അവർ നോക്കുമ്പം ജീപ്പുണ്ട്, അതിൽ കയറാം, അച്ഛൻ്റെ റിമോട്ട് എടുത്ത് ജീപ്പ് ഓടിപ്പിക്കാൻ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നപ്പം അവരും സപ്പോർട്ടായിട്ട് നിന്നു. വാവക്കൂട്ടനായിട്ടോ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്. ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ചുകൂടെ വ്യൂസ് വന്നിട്ടുള്ളത്, യൂട്യൂബിൽ അത്ര വ്യൂസ് ഇല്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സനിലാണ്. അപ്പോൾ അവന് ഒരുപാട് താങ്ക് യു. പിന്നെ ഈ ഒരു കണ്ടൻറ്റ് എന്നിലേക്ക് അറിയിച്ചത്, ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന ചേട്ടനാണ്. ആ ചേട്ടന് ഒരുപാട് താങ്ക് യു. പിന്നെന്താണ്, വളരെ എൻജോയ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ചെയ്തത്. കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും രസമുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി നല്ലൊരു മഴയും കൂടെ പെയ്യായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ കിട്ടില്ലായിരുന്നു. ഏതായാലും കറക്റ്റ് ടൈമൊക്കെ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് എടുത്തു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മനസ്സിലായത്. കാരണം കുറേയധികം ലൈക്സും അതുപോലെ തന്നെ കുറേയധികം വ്യൂസൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ അത്ര കയറിയില്ല, ഈ റീച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും സാരമില്ല, നമ്മൾ ട്രൈ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി ഓടിപ്പിച്ചത് ഏട്ടനാണ്. ഇതൊരു റിമോട്ട് കൺട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോളിലാട്ടോ ഫുള്ള് നിന്നിട്ടുള്ളത്. പിന്നെ ഇത് ഓടിക്കുന്ന വഴിയെന്ന് പറയുന്നത് സാധാരണ ഒരു റോഡാണ്, മെയിൻ റോഡൊന്നുമല്ല, വണ്ടികളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. പക്ഷെ അന്ന് സൺഡേ ആയതുകൊണ്ട് അത്ര തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഉണ്ണിയോളുടെ ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് വണ്ടി എടുത്ത് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങാൻ, നല്ല മഴയൊക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് വണ്ടി എടുത്ത് പുറത്ത് ഉണ്ണികളെ കൊണ്ട് ഇറങ്ങാൻ ഒന്നും ഒത്തിരി നടന്നിരുന്നില്ല. പിന്നെ സൺഡേയും കൂടി ആയതുകൊണ്ട് നമ്മൾ ഫുൾ ഫ്രീ അല്ലേ. അപ്പോൾ അവരെയും കൊണ്ട് ഒന്ന് ജസ്റ്റ് ചുറ്റി അടിച്ച് കറങ്ങി വരാനും, റീലെടുക്കുമ്പം എനിക്ക് കൂടുതലും അവർ എൻജോയ് ചെയ്യുന്ന കേട്ടോ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. കാരണം കുറേ അധികം നാൾ തന്നെ ആയി വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട്, അമ്മാതിരി മഴയല്ലായിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ റീലൊന്ന് കണ്ടു നോക്കുക. പിന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്തിരുന്നില്ല. നമുക്കൊരു ബിഹൈൻഡ് ദ സീൻ പോലെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ തരപ്പെടുത്തി എടുത്തതെന്നുള്ളത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കയറി കൂടുതൽ വീഡിയോസ് നോക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഡിയേഴ്സ്.